ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒപ്പം ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ ബാക്കിൽ വലിഞ്ഞു കയറിയിരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി 2 വീലറിൽ നിന്ന് കാറിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ കാറിലേക്ക് കയറുമ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ അതിൻ്റെ ഒപ്പം ആഡായിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അലീനയാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടായിട്ടുള്ള വിവേക് ചേട്ടനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ നമ്മളെല്ലാം ആര്യ ഐ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കിൽ വരുന്ന ഈ വാലുകൾ എന്ന് പറയുന്നത് അവിടെ ഉള്ള ഇൻറ്റേൺഷിപ്പ് പഠിക്കുന്ന പിള്ളേരുകളാണ് കേട്ടോ. അപ്പോൾ അവരും നമ്മുടെ ഒപ്പം ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ വരണ്ട ആ സ്പോട്ടിലേക്ക് അങ്ങനെ എത്തി. കാറിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുത്തു തന്നു ഫ്രണ്ട്. ഞാൻ പറഞ്ഞിട്ട് എടുത്തതാണ്. എല്ലാവരും കൂടെ അവിടെ നിന്നൊന്ന് സെറ്റായി കയറാൻ പോവാണ്. സ്ഥലം നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരുള്ള ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ദാസിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള പ്രോഗ്രാമുകൾ മൊത്തം നടക്കാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് മൊത്തം ഇനി ഇവിടെയാണ്. അപ്പോൾ ഇതെല്ലാവരും അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആര്യ ഐക്കാറിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മുടെ മാനേജർ സാറാണ്. അപ്പോൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അന്തം വിട്ട് കുന്തം മിഴിഞ്ഞ പോലെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ കുറേ പേരൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫുകളുടെയൊക്കെ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് അവരെല്ലാവരും മേക്കപ്പ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സിങ് റൂമിൽ ഉണ്ട് കുറേ പേര്. അങ്ങനെ അപ്പം ഞാൻ വലിയ പരിപാടികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീറ്റെല്ലൊക്കെ കാലിയാണ്. ഇപ്പോൾ എല്ലാവരും പ്രോഗ്രാം തുടങ്ങിയാലാണ് ഇങ്ങനെ ഇരിപ്പുറയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇരുന്ന് തുടങ്ങി. കൂടുതൽ പിള്ളേഴ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനി സ്റ്റാഫുകളുടെ ഡാൻസ് പരിപാടികളാണ് ഇനി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അവിടെയുള്ള ചേട്ടന്മാരുടെ ഡാൻസാണ്. അപ്പോൾ അവരവരുടെ പരിപാടി അടിപൊളിയാക്കിയിട്ട് ചെയ്തു. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അതുപോലെ തന്നെ വീണ്ടും അഗെയിൻ ഡാൻസുകൾ കുറേ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ട് രസിക്കാൻ ഒട്ടും ബോറിങ് ഉണ്ടായിരുന്നില്ല. നല്ല രീതിക്ക് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തട്ടിക്കൂട്ട് പരിപാടീസൊന്നും ആയിരുന്നില്ല. ഡോക്ടേഴ്സിൻ്റെ അതിഗംഭീരമായിരുന്നു. ഇത് നമ്മുടെ ഓണറായിട്ടുള്ള മിനിദത്ത് മാഡമാണ് കേട്ടോ, ഡോക്ടർ മിനിദത്ത് മാഡം. അപ്പോൾ മാഡവും ഡോക്ടേഴ്സും എല്ലാവരും കൂടിയിട്ട് നല്ലൊരു അടിപൊളി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 ഡാൻസ് ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിൻ്റെയും. അവരും നല്ല ഗംഭീരമായിട്ട് അവരൊക്കെ കുറേ മുന്നേ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് അടി സെക്ഷനിലേക്ക് പോയി. വിശന്ന് തുടങ്ങിയപ്പോഴേക്കും വേഗം നമ്മൾ ഫുഡ് അടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ വിഭവങ്ങളും കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മുടെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്, DJ പ്രോഗ്രാം. അപ്പോൾ എനിക്ക് തിരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ആ ചേട്ടനെ മാറ്റി നിർത്തി വീഡിയോ എടുത്ത് എന്താ പറയുക ഗോഷ്ടി കാണിക്കാൻ മാത്രമാണ് ഞാനവിടെ നിൽക്കേണ്ടിയിരുന്നത്. അതിന് ശേഷം എല്ലാവരും ഡാൻസ് വെച്ച് DJ അങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു ദിവസം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഇയർ മൊത്തം കഴിയണം. അപ്പോൾ ദാസിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ വണ്ടികളൊന്നുമില്ല. നട്ടപ്പാതിരിയായിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വിജയശ്രീ ഐ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേ അവിടെയാണ് കേട്ടോ. ഈ നൈറ്റ് വീട്ടിൽ പോലെ തന്നെ ടാസ്ക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്നു. അങ്ങനെ ഇടയിൽ വീണ്ടും വിശന്നപ്പോൾ ഫുഡ് പാഴ്സൽ മേടിച്ച് അവിടെ പോയി തട്ടാനായിട്ട് അങ്ങനെ അവിടെ ചെന്നു. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് കയറി. അപ്പോൾ അതൊരു കപ്പൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത